മാവില. അശോക് ഹായ്. ബസൂക്ക. എന്തെല്ലാം വിശേഷം? എല്ലാവരുടെയും സുഖമല്ലേ? ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ. പച്ചീസിൻ്റെ മണിക്കുട്ടി പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യണോട്ടാ. അറക്കൽ ജിന്ന് ബസൂക്ക താങ്ക് യു. വലൈക്കും സ്ലാം. എന്തെല്ലാം വിശേഷം? നോമ്പൊക്കെ അവിടെ വരെയായി. രാകേഷ് സിംഗ് യു കാലിസ്ഥാനോ? അൽഹംദുലില്ലാ സുഖമായിരിക്കട്ടെ. ഡ്രസ്സൊക്കെ എടുത്ത എല്ലാവരും? ഇതാരത്? റസീൻ. എന്താണ് റസീൻ, തിരിച്ചെത്തിയോ നാട്ടിൽ നിന്ന്? ഉടുപ്പൊക്കെ എടുത്തോ? മാഷാ അല്ലാ. എൻ്റെ കൺട്രി നെയ്മോ? ഐ ലവ് മൈ കൺട്രി ഇന്ത്യ. കൃഷ്ണ ഹായ്. കുഞ്ഞുമണി നിന്നെ നോമ്പായിട്ട് കണ്ടേ ഇല്ലല്ലോ, എന്തു പറ്റി? ഇത്താ നെയിൽസ് കാണിച്ച്. മൈലാഞ്ചിയാണ്, മൈലാഞ്ചി. നിങ്ങളിപ്പോൾ പാടാറൊന്നുമില്ലേ? പാടാൻ എൻ്റെ മൈക്ക് പ്രശ്നമാണ്. പെരുന്നാളൊക്കെ കഴിയട്ടെ, ഒരു മൈക്കൊക്കെ മേടിച്ച് ഇൻഷാ അല്ലാ നമ്മൾ ആ പഴയ പാട്ടൊക്കെ ആയിട്ട് വരും. മൈക്ക് പൊട്ടിപ്പോയി. ബഹുത്ത് അച്ഛാ ലഗാ ജി. താങ്ക് യു ജി. റിയാസേ, എടാ അങ്ങനെ പറയരുതെടാ ഫസിത്താനെ കുറിച്ച്. റിയാസെ ഞാൻ നിന്നെ വിളിക്കാട്ടോ. റിയാസേ, റിയാസേ കർമ്മ എന്ന് പറയുന്നൊരു സംഗതി ഇല്ലേടാ. അള്ളാഹു അക്ബർ. പിന്നെ തടിച്ചോ? എല്ലാവരും ചോദിക്കുന്നടാ ഞാൻ തടിച്ചോന്ന്. ആപ്പ് ഇന്ത്യ സെ ഹേ ഹോ ഹേ ഹാ. ഐ ആം വെയിറ്റിംഗ് സിംഗിങ് ഇൻഷാല്ലാ. സൂഫിയും രേഖയും ഇൻഷാല്ല. ഞാൻ എൻ്റെ ഒന്ന് മൈക്കൊക്കെ രണ്ടാമത് സെറ്റാക്കിയിട്ട് നമ്മൾ വരും പാടാനായിട്ട്. അപ്പോൾ പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ. സൂഫിയും തീർച്ചയായിട്ടും 27-ാം രാവ് കഴിഞ്ഞിക്കണു. ഇന്ന് 27-ആയി നോമ്പ്. പാടി മൈക്ക് പൊട്ടിയത് പൊട്ടിപ്പോയി. ഈ തലക്കെട്ട് സൂപ്പർ. ഫിയ കിച്ചൻ താങ്ക് യു. ഇന്ത്യ മേ ക്യാ സേ ഹോ കേസി ഹോ? അച്ചി ഹേ. സൂഫിയും രേഖയും. ഈ രേഖ ആരാണാവോ? സൂഫി ഞാൻ പിന്നെ നിന്നെയായിട്ട് കൂട്ടി. ഇതെന്താ ഇങ്ങനത്തെയൊക്കെ പേരിൽ? ഈ 111 എന്താണ് യൂസർ? വാട്ട് ഈസ് 111? അഫ്സൽ ഹായ്. ഷാഹുൽ അമീദ്. 17 പൂക്കരളിൽ. എൻ്റെ ഫ്രണ്ട് രേഖ. അതേത് വകുപ്പിലുള്ള ഫ്രണ്ട് രേഖ? വകുപ്പേതാ? സർഫുദ്ദീൻ അസീബ്. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾ 7 പേരെന്തുണ്ടായി 7 പേരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ എൻ്റെ ലൈവ് റീച്ച് ആവും. നമുക്ക് പച്ചീസിൻ്റെ ബിസിനസ് നടത്താം. ഒപ്പം നമുക്ക് നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഞാൻ സംസാരിക്കും, നിങ്ങൾ ടൈപ്പ് ചെയ്യും. പോസ്റ്റ്മോർട്ടം വേണം. ഓക്കെ, പോസ്റ്റ്മോർട്ടം ചെയ്യണില്ല, നിർത്തി. ഈ ചെറുപ്പത്തിൻ്റെ രഹസ്യം എന്താണ്? TKR വാങ്ങിച്ചോ? TKR കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം. ഓക്കെ. നീ നാട്ടിൽ നിന്ന് പോന്നോ? എങ്ങനെയുണ്ട് ഇവിടെ? പൊട്ടിയതൊക്കെ എങ്ങനെയുണ്ട് വണ്ടിയിൽ നിന്ന് വീണിട്ട്? കുഞ്ഞൂസ് താങ്ക് യു സോ മച്ച്. കുഞ്ഞൂസ് ദോഹ ഖത്തർ താങ്ക് യു. ആൻഡ്രോയ് ഹായ്. ശരിയായി, അൽഹംദുലില്ലാ. കുഞ്ഞൂസ് ദോഹ താങ്ക് യു സോ മച്ച്. താങ്ക് യു. മൈക്ക് തകരാൻ കാരണം പാടാൻ കഴിയില്ലെന്ന് ഹോസ്റ്റ് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുന്നു. AI നിങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ. കണ്ടോ, AI സമ്മറി. ടിക്ടോക്കിൻ്റെ AI നിങ്ങളോട് പറയുകയാണ് എനിക്ക് പാടാൻ കഴിയാത്തത് എൻ്റെ മൈക്ക് പൊട്ടിപ്പോയത് കൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം എന്താ? അടുത്ത മൈക്ക് വാങ്ങിക്കാം, അല്ലാതെ വേറെന്താ. കുഞ്ഞൂസ് ദോഹ ഖത്തർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്ത 70 kg ആണോ എന്ന്? എന്തിനാണ് എൻ്റെ വെയിറ്റ് ഒക്കെ അറിയുന്നേ?
ഇക്ക ജോലിക്ക് പോയി. ടി കെ ആർ ഇക്ക ജോലിക്ക് പോയി. എടാ ടി കെ ആർ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഈ സ്റ്റേജിൽ കയറി മൊമെന്റ് കൊടുക്കാൻ വിളിച്ചു കയറ്റുന്നവര് അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്റ്റേജിൽ കയറ്റാനും, അതുപോലെ നിങ്ങളുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ പരസ്യം ചെയ്യിക്കാനൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പരസ്യം ചെയ്യിച്ചവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാതെ അവർ പോയി പരസ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡഡ് സാധനത്തിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. നിങ്ങൾ സ്റ്റേജിൽ വിളിച്ച് മൊമെൻ്റോ ഒക്കെ കൊടുത്ത് ആദരിക്കുമ്പോൾ അവരുടെ പുറകുവശത്ത് എന്താണ്, അവരുടെ മുഖം മൂടി ഇട്ടവരാണോ അണിഞ്ഞവരാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ടി കെ ആർ. സീക്രട്ട് അന്നാരും ഫസിത്ത പറഞ്ഞത് ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളഞ്ഞണേതാ. അത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, അവരെ തിരിച്ചറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ അവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇവിടുത്തെ പലവരുടെയും പോയി മുഖം അഴിഞ്ഞു വീഴും. ഈ പാതിരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കില്ലേ, അതുപോലെ ആവും ഇല്ലേ. അതുകൊണ്ട് പല പ്രമുഖരുടെയും പല പൊഴിമുഖങ്ങളും ഇവിടെ അഴിഞ്ഞു വീഴും എന്നുള്ളത് കൊണ്ട് ഇതുപോലുള്ള ആളുകൾക്ക് കുടപിടിച്ച് നടക്കുകയായിരുന്നു. ഇപ്പം താണ്ടേ എല്ലാം കൂടി കെട്ടിപ്പൊട്ടി എന്താണ് തദൈവ സീക്രട്ട് മിഷൻ ഇല്ലേ ടി കെ ആർ അന്ന് ഫസീത്ത പറഞ്ഞിരുന്നു അല്ലേ. പല പ്രമുഖന്മാരുടെയും പൊയ്മുഖം അഴിഞ്ഞു വീഴും. അതാണ് കാരണം. പുള്ളിക്കാരൻ നടത്തിയ നാടകങ്ങൾ മുഴുവനും വൈഫ് എന്ന പേരിൽ കൂടിയവളെ മുൻപിൽ നിർത്തിക്കൊണ്ടായിരുന്നു. ഓളാണെങ്കിൽ എന്തിനും പുറപ്പെട്ട് എന്തിനും റെഡിയായി നിൽക്കുന്ന ഒരുത്തിയും കൂടിയായിരുന്നു. സോ അപ്പോൾ പലവരുടെയും പൊയ്മുഖം അഴിഞ്ഞു വീഴും. അപ്പം അത് പേടിച്ചിട്ടാണ് കൂട്ടിയതെല്ലാവരും. മനസ്സിലായോ? എന്തൊക്കെയേനോ ഫുട്ബോളിൻ്റെ ഫുട്ബോൾ മാച്ചിൻ്റെ എന്താണ് അതിനെ പറയണ, ഫുട്ബോൾ മാച്ചിന് നമ്മളിങ്ങനെ സ്പോൺസർ ചെയ്യണ അതിൻ്റെ എന്താ അതിന് പറയണേ, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ലടാ. അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. ചിമുള്ളി അയ്യേ. പ്രണവ് അത്രയും മതി. അനൗൺസ്മെന്റ് അല്ലല്ല ഫുട്ബോളിന്റെ അനൗൺസ്മെന്റ് അല്ല. ഫുട്ബോളിന് അവർക്ക് കളിക്കാൻ വേണ്ടി ഈ സാമ്പത്തികം കൊടുക്കുന്ന അവരെന്തെന്നാ പറയണ? പ്രണവ് താങ്ക് യു സോ മച്ച്. അവരെന്തെന്നാ പറയാ? കമന്ററി അല്ല പ്രണവേ താങ്ക് യു സോ മച്ച്. അല്ല സ്പോൺസർഷിപ്പ് കൊടുക്കുന്നവര്, സ്പോൺസർ അതിന് വേറൊരു കൂടി. അതെ ഇവിടെ യു എയിൽ ഫുട്ബോൾ കളി ഉണ്ടാവാറില്ലേ, ഫുട്ബോള് നമ്മുടെ മലയാളികളുടെ. അപ്പം ടീമിനെ സ്പോൺസർ ചെയ്യും അല്ലേ, ആ ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും. അതിന് വേറെന്തോ ഒരു പേരും കൂടി പറയുമല്ലോ. ഷമീർ ഷൗക്കത്ത് അലി, സുജിത്ത് ഹായ്. കുഞ്ഞൂസേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ടി കെ ആർ പോയോ? അപ്പോൾ ഇൻഷാ അല്ലാ പെരുന്നാളൊക്കെ കഴിയട്ടെ അല്ലേ. ഒരു സിനിമയിലൊരു കാര്യമില്ലേ, എന്തോരം കാര്യങ്ങളാണ് ഞാൻ അവധിക്ക് വെച്ചിരിക്കണേന്ന്. ബഷീർ കാസർഗോഡ് ഹായ്. ഫസിത്ത വീഡിയോസൊക്കെ സൂപ്പർ വാണ്ടോ. താങ്ക് യു. വൈപ്പൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈദ് മുബാറക്ക്. അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക് AKB അല്ലേ. ഇനിയുണ്ട് 2-3 നോയമ്പും കൂടി. ഇന്ന് നോമ്പ് 27 ആയിട്ടുള്ളൂ. ഇനി 3 കൂടി ഉണ്ട്. എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചാൽ എൻ്റെ ലൈവ് റീച്ച് ആവും. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ. ഗംഗോത്രി ഓക്കെ താങ്ക് യു സോ മച്ച്. സാലി ഞാൻ വരാൻ വൈകിപ്പോയി. എന്താണ് ഇവിടെ ഒരു ചർച്ച നടക്കുന്നത്? ഷെഫീഖ് പാലക്കാട് ഈദ് സെലിബ്രേഷൻ വരും ട്ടോ അങ്ങോട്ട് ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും. നസീർക്ക ഹലോ ബ്യൂട്ടിഫുൾ ലേഡി MD താങ്ക് യു. നസീർക്ക നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പോയി നമ്മളൊക്കെ മൈലാഞ്ചി മേടിച്ചിനു. മൈലാഞ്ചി ഇട്ടിന് കണ്ട നഖത്തിലൊക്കെ മൈലാഞ്ചി ഇട്ടു. ഹെന്ന കിട്ടി ഞാൻ നഖത്തിൽ ഇട്ടു കണ്ടോ. ഇനി മറ്റേ കോണുണ്ട്, അത് ഇനിയിപ്പം നാളെ മറ്റന്നാളായിട്ട് ഇടണം. ഇത്താസിനെ പിച്ചാറുണ്ടോ? ഇല്ലടാ ഇല്ല. അങ്ങനെ പിച്ചണ ഒരാളാണെങ്കിൽ ഞാൻ ഈ നഖം വളർത്തൂല. കാരണം ഈ നഖം കൊണ്ടൊരു പിച്ച് കിട്ടിയാൽ പിന്നെ ഞാൻ ഈ പടിക്ക് പുറത്തായിരിക്കും ചിലപ്പോ. ചതിച്ചോ? ന്യൂ വീഡിയോസ് കമ്മിങ്. എടാ ഒന്ന് പെരുന്നാൾ കഴിഞ്ഞോട്ടെടാ സാലി. എടാ ഒന്ന് സബൂറാക്കടാ. സബൂറാക്ക് ശീവ ഇച്ചിരി കോഫി വരും. പാലില്ല
ആ കോഫി മതി. ന്യൂ വീഡിയോസ് കമ്മിങ്. ആ പെണ്ണൊറ്റക്ക് അവിടെ നിങ്ങൾക്ക് ഇക്ക വെച്ചിട്ടുണ്ട്. ഞാനത് പിന്നെ ലൈവിൽ പറയുന്നില്ല, കാരണം ഞാനൊന്നും പറയില്ല. എൻ്റെ ഇക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇനിയിപ്പോൾ ലൈവിൽ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് ഇക്ക വെച്ചിട്ടുണ്ട്. അങ്ങേര് നമ്പർ തന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പോയതാണ് എൻ്റെ ഇക്ക മൈലാഞ്ചി പഠിക്കാൻ. ഇത്താനെ പേടിയുണ്ടോ ഹസ്സിന്? എന്നെ പേടിയില്ലടാ, റെസ്പെക്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. അതിനെ ചിലപ്പോൾ പേടി എന്ന് പറയാം. പേടിയുടെ ആവശ്യമില്ല. അതിപ്പോൾ എനിക്ക് എൻ്റെ ഇക്കാനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തിനാ പേടിക്കണേ? ഒരു ഭാര്യമാരും ഒരു ഭർത്താക്കന്മാരെയും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. പകരം റെസ്പെക്റ്റ് ചെയ്യുക, അത് മതി. സാധനം കിട്ടിക്കണം, റെസ്പെക്റ്റ് ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ എനിക്ക് ഇക്കാനെയോ ഇക്കാക്ക് എന്നെയോ പേടിയില്ല. ഞങ്ങളുടെ ഇടയിൽ പേടി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. സാലീന വായ്പകള് ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിക്കുന്നു. യെസ് എന്ന്. നിങ്ങൾ എത്ര സ്ഥലം തേടി അലഞ്ഞു, അവസാനം ഞാൻ വേണ്ടി വന്നു. അത് സത്യം. അത് സത്യം. ഞാനേ ഈ നെയിൽ കോണ് കുറേ ആളുകളെ വിളിച്ചു ചോദിച്ചു. പിന്നെ അബുദാബിയിലുണ്ട് നെയിൽ കോണിൽ ആകെ 5 രൂപ ഉള്ളൂ. അബുദാബിയിൽ നിന്ന് ഒരു കോൺ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ 25 രൂപ വേറെ കൊടുക്കണം. അത് നഷ്ടല്ലേ? ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് വരാം. തീർച്ചയായിട്ടും സീക്രട്ട് മിഷൻ നിങ്ങൾ എത്ര പേര് വരുന്ന തലേ ദിവസം വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മളുടെ ഇതൊരു 1 BHK ആണ്, ഇതിനകത്ത് കൊള്ളാവുന്നത്. അതിപ്പോൾ നമുക്ക് എന്താ ഒരു ചൊല്ല് പറഞ്ഞ പോലെ എവിടെയാണെങ്കിലും ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇരുന്ന് നമുക്ക് ഡൈനിങ് ടേബിളിൽ 6 ചെയറേ ഉള്ളൂ. അപ്പോൾ 6 പേര് അവിടെ ഇരിക്കട്ടെ. ബാക്കി നമുക്കിവിടെ പായൊക്കെ വിരിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. എൻ്റെ കട മനസ്സിൽ ലഡുവൊക്കെ പൊട്ടിപ്പോയതാ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. നെയിൽസ് വളർത്തിയാൽ ഹസ്സൊന്നും ഇല്ല, ഒന്നും പറയാറില്ല. ദേ 2 കയ്യിലല്ലേ ഈദ് ഫുഡ് ഇത്തനെ. എന്താ സാലി? സാലി ഞങ്ങൾ ഇന്നലെ കരാമേലുണ്ടേനു. കുറ്റബോധം കൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. പിന്നെ ഞങ്ങൾക്ക് സലാം തന്നു. തീർച്ചയായിട്ടും നമ്മൾ സലാം മടക്കി. എൻ്റെ ഇക്ക ഹസ്തദാനമൊക്കെ കൊടുത്തു. വളരെയധികം കുറ്റബോധത്തോടു കൂടി ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഇന്നലെ പോയി. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പഠിച്ചവർക്ക് പുറത്ത് കൊടുക്കട്ടെ. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, ജയിലിൽ കിടക്കുന്ന ആൾക്ക് സുഖമാണോ എന്ന്. അപ്പോൾ ആള് പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന ആളെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല എന്നാണ്. ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല. വെയിറ്റ്, ആ വന്ന ആളൊരു പ്രമുഖനാണ്. ഈ ഉണ്ടായിരുന്നോ കരാമേല്? റിസ്വാൻ സാലി എന്താടാ ചിരിക്കുന്നേ? എടാ അന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രവചനം നടത്തിയിരുന്നല്ലോ കേട്ടോ. അങ്ങനെ പ്രവചനം നടത്താൻ നമ്മൾ ആരുമില്ല. പക്ഷേ ആ വ്യക്തികൾ ആരാണെന്ന് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടിട്ടാണ് എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത്. നമ്മൾ എന്താണോ പറഞ്ഞു വെച്ചത് അതാണ് ഇപ്പം സംഭവിച്ചത്. അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഷാവുൽ ഹമീദ് ഹായ്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് മാത്രമല്ല, ഇനിയുണ്ട്. MMK ഹായ്. സന്തോഷ് ബാബു ഹായ്. എനിക്കിപ്പോൾ നല്ലൊരു കോഫി കുടിക്കാനുള്ള മൂഡുണ്ട്. പൊന്നൂസ് ഹായ്. NMK സുഖാണ് അൽഹംദുലില്ലാ. എനിക്കിപ്പോൾ തോന്നുന്ന മൂഡ്, ഏത് മൂഡ്, അത്ത മൂഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പം എനിക്കൊരു മൂഡ് തോന്നുന്നത് നല്ല കോഫി കുടിക്കാൻ. ഇക്കാനെ ഞാൻ ഇന്തോനേഷ്യയിൽ കൊണ്ടുപോകും. എന്തിന് നിങ്ങൾ ഇക്കാൻ ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുപോകണ്ട. പാവം അത് വിടെങ്ങാനും നിന്നോട്ടെ. ഇത്തൊന്ന് നോക്കി അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ നോക്കി പഠിപ്പിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല കോമാളിയാണെന്ന്. പക്ഷേ എനിക്ക് ദേഷ്യം വരുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ നിങ്ങൾക്ക് എൻ്റെ ദേഷ്യം എൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റും. റാബിയ ഞാനുള്ളത്, എൻ്റെ ഉമ്മിച്ചിയുടെ പേരാണല്ലോ ഇത്. റാബിയ പൊന്നൂട്ടിയല്ല, റാബിയ. ഇറ്റ്സ് മൈ മോംസ് നെയിം. ഞാനുള്ളത് അജ്മാൻ. ഞാനുള്ളത് അജ്മാനിലാണെന്നാണ് റാബിയ പറഞ്ഞത്. പൊന്നൂസ് അജ്മാൻ. എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചേ. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ.
സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ പോയി നല്ല സോഫ്റ്റ് ആയിരിക്കാനും സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണിത്. നിങ്ങളുടെ സ്കിൻ എത്ര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിലും, അതായത് മൂളി പോലെ മുരി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്തും അതിനെ മാറ്റി നല്ലൊരു തിളക്കമൊക്കെ നൽകി സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കും. അത് നമ്മൾ AC ഇരുന്നാലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. എന്നെ ഫ്രണ്ട് ആക്കുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പാട്ടാ എന്തെല്ലാം വിശേഷം? സുഖല്ലേ? തീർച്ചയായിട്ടും ഫ്രണ്ട് ആക്കും. എൻ്റെ നമ്പർ ബയോല് ഞാൻ ഇത് കാണിച്ചില്ലേ, നമ്പർ ബയോലുണ്ട്. നമുക്ക് നമ്പർ ബയോലുണ്ട്, വാട്സപ്പ് ചെയ്തോളൂ. ഇത്ത ഞാൻ അജ്മാനിലാണ്. ഇത്ത അജ്മാനിൽ എവിടെ? ആബിയ അജ്മാനിലാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഞാൻ ഇവിടെ ഈ മൊബൈൽ സൂക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട്, അറിയോ, നമ്മുടെ നെസ്റ്റോ ലുലു, നമ്മൾ ബീച്ചിലേക്ക് പോകില്ല അവിടെ നിന്ന് ആ ഭാഗത്ത്. ദേഷ്യം വന്നാൽ പിച്ചുമോ? ഈ ചെറുക്കൻ ഏതാണ്? ഞാൻ പറഞ്ഞല്ലേ പിച്ചൂല. പിച്ചുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നഖം ഇങ്ങനെ കൊണ്ട് നടക്കില്ല. കാരണം അങ്ങനെ പിച്ചുമ്പോൾ വേദനിക്കില്ലേ, അല്ലെങ്കിൽ പൊട്ടില്ലേ, പോയിസൺ കയറില്ലേ? അങ്ങനെ പിച്ചയും ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നഖം വളർത്തില്ല. കാരണം എനിക്ക് ദേഷ്യം വന്നാൽ പിച്ചണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പിച്ചണം. ധൈര്യമായിട്ട് പിച്ചണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിച്ചുന്ന പിച്ച് വേദനിക്കാൻ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് മുറിവുണ്ടാകാനോ അതിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വേദനിക്കണം. ജസ് 1 2 3. വലൈക്കും സലാം. സുഖാണ്. എന്തെല്ലാം വിശേഷം? റാഷിദിയ. യെസ്. സന്തോഷ് ബാബു. നിങ്ങൾ അജ്മാനില്ല? ഞാൻ റാഷിദിയ. യെസ്. ദുബൈയിൽ. ഓക്കെ. തൻ്റെ നെയില് ഞാൻ പൊട്ടിക്കും. സന്തോഷ് ബാബു. നിങ്ങൾ ദുബൈയിലാ? ഓക്കെ. ദുബൈയിൽ. നിങ്ങൾക്കപ്പോൾ അജ്മാൻ അറിയാന്ന് എനിക്ക് ആരൊക്കെ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ജസ് 1 2 3. എന്തെല്ലാം വിശേഷം? പെരുന്നാളൊക്കെ ഇവിടെ വരെ ഡ്രസ്സൊക്കെ എടുത്തോ? കുഞ്ഞൂസ് വലൈക്കും അസ്സലാം. എന്നാ പിന്നെ കാണാമെത്താ. പോവാണോ? എന്ത് പോക്കാ പോയാ? കുഞ്ഞൂസ് എന്ത് ചെയ്യുന്നത്? ദോഹയില് ഡെലിവറിക്ക് വേണ്ടി വരാറുണ്ട്. ഓക്കെ. സന്തോഷ് ബാബു എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു സന്തോഷ് ബാബു? ഞാൻ നിങ്ങളെ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ടേ. ഡ്രൈവർ. ഓക്കെ. ഹൗസ് ഡ്രൈവർ ആണോ കുഞ്ഞൂസേ? എൻ്റെ നെയ്യിൽ നീ പൊട്ടിക്കാൻ വന്നാൽ ഇടിക്കുമോ എന്ന് ചോദിച്ചാൽ ഇടിക്കും. പക്ഷെ ഞാനായിരിക്കില്ല, ചിലപ്പോൾ എൻ്റെ ഇക്ക ഇരിക്കും. ഞാൻ ഇടിക്കൂലടാ. എൻ്റെ ഇക്ക ചിലപ്പോൾ ഇടിക്കുമായിരിക്കും. ഇടിയായിരിക്കൂല, ചിലപ്പോൾ അടിച്ച് കണ്ണ് പൊട്ടിക്കുന്നില്ല. സാലി ഇജ്ജവിടെ പോയി ഇടയില്. മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് അറിയില്ല എന്നുവെച്ചാ അതെന്താ സന്തോഷ് ബാബു? അറിയാത്ത കാര്യങ്ങൾ നമുക്ക്. ബിലാലിന്നോ? ഞാനും വന്നിട്ടുണ്ടായിരുന്നല്ലോ ബിലാലില് ഡ്രസ് എടുക്കാൻ. ഒക്കെ നിങ്ങളെ നല്ല ഇഷ്ടാ. റാബിയ താങ്ക് യു സോ മച്ച്. റാബിയ എവിടെയാണുള്ളത്? അജ്മാനിലെ? അതാ നിങ്ങൾ പോരോ, നമ്മളിവിടെ ഉണ്ട്. അല്ല നിങ്ങൾ എവിടെയാണെന്ന് പറയും, നമ്മൾ അങ്ങോട്ട് വരാം. നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, നല്ല നല്ല സൗഹൃദങ്ങൾ. കാരണം ഞാൻ എപ്പോഴും പറയും, നമ്മളെ അനുഭവത്തിൽ നിന്ന് കൊണ്ട് പറയാം കേട്ടോ, നമ്മളൊരു സൗഹൃദം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മളിലേക്കൊരു സൗഹൃദം വരുമ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്കും എന്നെ കൊണ്ട് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾക്ക് എന്താ പറയുക, ലാസ്റ്റിങ്, അതായത് നീണ്ടു നിൽക്കത്തുള്ളൂ. പരസ്പരം പാരപണിയലാവരുത് ഒരിക്കലും സൗഹൃദം. നുഐമിയ വൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ തന്നെയല്ലേ? ഞാൻ ആ മൊബൈൽ സൂക്കൊക്കെ ഇല്ലേ ആ ഭാഗത്താണ്, അറിയോ നിങ്ങൾക്ക്? ഞായറാഴ്ച വന്നിട്ട് ഇവിടെ വരാതെ നിങ്ങൾ എവിടെ പോയതാ? ഇന്നലെ അല്ലേ ഞായറാഴ്ച? ഞായറാഴ്ച നമ്മൾ ഇന്നലെ എപ്പോഴാ പോയ ശീപ പുറത്ത്? ഇന്നലെ രാത്രിയൊക്കെ ആയില്ലേ നമ്മൾ പോയപ്പോ?
ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കരാമേ പോയി. 8 മണിക്കോ? 8 മണി അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നീ 49 കിലോ. ആ നല്ല വെയിറ്റ് ആണല്ലോ. നിങ്ങൾ നാട്ടിലെവിടെ? ഞാൻ നാട്ടിൽ എറണാകുളം. സത്യമാണ്. അതാണ് റാബിയ, അതാണ്. എനിക്കറിയില്ല, ഹസ് വരുമ്പോൾ പറയാം ഞാൻ. അപ്പം നീയും എന്നെ പോലെ തന്നെയാണ്. എനിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ വഴികളൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഷംസു വയനാട്, ഹായ്. ഇൻഷാ അല്ലാ ഞാനൊരു ദിവസം വരും തീർച്ചയായിട്ടും. എൻ്റെ വാട്സപ്പിൽ എൻ്റെ ബയോയിൽ നമ്പർ ഉണ്ട്. നിങ്ങൾ നമ്പർ എടുത്തിട്ട് നിങ്ങൾ എന്നോട് ലൊക്കേഷൻ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം ലൊക്കേഷൻ. അപ്പോൾ വരും. എനിക്ക് വഴിയൊന്നും പറയാറുണ്ട് റാബിയ, സത്യം കാര്യമായിട്ട് വന്നതാ. മാഹി വലൈക്കും അസ്സലാം, നല്ല വിശേഷം. എറണാകുളം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അറിയോ? നിങ്ങൾ തൃശ്ശൂരാണ്, നമ്മൾ മട്ടാഞ്ചേരിയാണ്. ഷംസു താങ്ക് യു സോ മച്ച്. എടേ ലൈവ് ഒന്ന് റീച്ച് ആക്കടേ. പച്ചീസിന്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള ഒരു ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ, വാട്സപ്പ് ചെയ്യാം. ഇവിടെ 3 സ്ത്രീകൾ ഇരിപ്പുണ്ട്. നിങ്ങളോട് 3 പേരോടും കൂടിയാണ് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ 3 പ്രോഡക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലേ, സ്കിന്നൊക്കെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇപ്പോൾ എത്ര കാലം ഉപയോഗിച്ചാലും കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ അതുപോലെ തന്നെയാവും. സമയം നമ്മൾ പച്ചീസിൻ്റെ ആൻറ്റി ഏജിങ് ബോഡിയിൽ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ സ്കിന്നിനെ അത് റിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റിത്തരും. മാഹി നീ മട്ടാഞ്ചേരിയിൽ എവിടെയാ? മട്ടാഞ്ചേരിയിൽ എവിടെയാ? ഒക്കീൻ മാലിക്. അപ്പോൾ നല്ല തിളക്കമൊക്കെ കിട്ടും സ്കിന്നിന്. ഈ വെളുത്തോ പാറിക്കോ 7 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് പിന്നെ 10 ദിവസം കൊണ്ടൊന്നും കളർ വയ്ക്കും അങ്ങനത്തെ പിന്നെ എന്താ പറയുക, അങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളൊന്നും പച്ചീസിലില്ല. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, പച്ചീസിൻ്റെ പിന്നെ ഒരു ഡാൻഡ്രഫ് ക്രീം ഉണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് ക്രീം. അത് തേച്ചാൽ 5 ദിവസം കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ഡാൻഡ്രഫ് പോകും, 100% പോകും. പനപ്പള്ളിയിൽ എവിടെ? നീ അന്ന് പറഞ്ഞില്ലേ പനയപ്പള്ളിയിലാണെന്നല്ലേ? നീ അന്ന് പറഞ്ഞിരുന്നല്ലോ പനയപ്പള്ളിയിൽ നിന്ന്. ഖാദർ ഖാലി, നീ അല്ലേ അന്ന് പറഞ്ഞത് പനയപ്പള്ളിയിലാണെന്ന്? യെസ്. എൻ്റെ വീട് എവിടെയാണെന്ന് അറിയാവോ? തറവാട് എന്ന് പറയണത് പുതിയ റോഡ് അറിയോ? പുതിയ റോഡ് മൊഹിദ്ദീൻ പള്ളിയൊക്കെ അറിയോ? ഖാദർ ഹായ്. അതിൻ്റെ അടുത്താണ് തറവാട്. നമ്മൾ വീട് വെച്ചിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്, അധികാരവളപ്പിൽ. ഞാൻ ജനിച്ചത് എറണാകുളത്താണ്. അത് കഴിഞ്ഞ് ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് വന്ന് പുതിയ റോട്ടിൽ ഹായ് ഫൈസൽ. കോഫിയാണ്, മതിരുട്ടിക്കണ്. നീ എടുത്താ ചായ കോഫി? ഇത് മധുരമുള്ളതാ. സാറില്ല, കുഴപ്പമില്ല. ഇത്താ സുഖമാണോ? കുറേ ആയല്ലോ കണ്ടിട്ട്. സുഖം, അൽഹംദുലില്ലാ സുഖമായിരിക്കണം. ഞാൻ ഉണ്ടല്ലോ, ഞാൻ ആകെ ഇന്നലെ മാത്രമല്ലേ ലൈവ് വരാതിരുന്നുള്ളൂ. ഞാൻ ഉണ്ടല്ലോ. ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ എല്ലാവരും. റാഫി അറക്കൽ, മാഹി താങ്ക് യു മുത്തേ. എന്തെല്ലാം മാഹി ഡ്രസ്സൊക്കെ എടുത്തോ? ഇതാ കണ്ട നെയിൽ കോണ് കണ്ടോ? നെയിൽ കോണ് നല്ല ഇതാണ് കേട്ടോ. ഹെന്നയാണോ? നെയിൽ ഹെന്ന നന്നായിട്ട് ചുമക്കുന്നുണ്ടേ. ഇത് എത്രയാണ് ഇക്കാനോട് ചോദിക്കണം. ഇവിടെ അജ്മാനിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. അവർ ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് എനിക്കറിയില്ല കറക്റ്റ്. വീഡിയോസ് ഡെയിലി ഉണ്ട്, ഡെയിലി വീഡിയോ ഉണ്ട്. ചെല്ല് ധരിക്കണം. ചെരുപ്പിട്ടിട്ട് പോണേ. വേഗം പറഞ്ഞേ, നമ്മൾ 10 മണിക്ക് പോവേ. ഇനിയിപ്പോ വരും. ചോദിക്കാം. ഞാൻ ചോദിക്കാം കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അവരുടെ നമ്പർ. നീ എവിടെയാണ് ഇപ്പം? ഇവിടെ എവിടെയാണ്? അജ്മാനിലാണോ? ഇവർ അജ്മാനിലാണ്. എനിക്ക് തോന്നുന്നത് ഡെലിവറി ഉണ്ടെന്നാണ്, കൊറിയർ ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു. പക്ഷേ പോയി വാങ്ങിക്കുന്നതായിരിക്കും നമ്മൾ അജ്മാനിലൊക്കെ ആണെങ്കിൽ ലാഭം. കാരണം കൊറിയർ 20 ദിർഹമൊക്കെ കൊറിയർ ഇല്ലേ. നിസാർ നിസു, ഹായ് നിസാർ നിസു. എനിക്ക് നിസാർ നിസുവിനെ അറിയാം കേട്ടോ. മാഹി ഷാർജയിലാണോ?
ആ ഓക്കെ. ഷാർജയിലാണെന്നുണ്ടെങ്കിൽ ഞാനിന്ന് അവിടെ വരുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം. ഞാനവിടെ റോളയിൽ വരുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം. റോളയിൽ എവിടെയെങ്കിലും വരാമോ? ഞാൻ കാരണം എനിക്ക് 2 വാങ്ങിച്ചുകൊണ്ട് വന്നു, അപ്പോൾ ഒരു ഫോണ് തന്നെ ധാരാളം നെയിലിടാൻ. കലീം ജാൻ റോളയിൽ നിന്ന് കുറേ പോണം അബൂ ഷഗാറയ്ക്ക്. ഞാൻ റോളയിൽ വരുന്നുണ്ട് ഇന്ന്. NMK എടേ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കടേ. ഇതല്ല എൻ്റെ ലൈവ്, ഇതെന്താ ഇത്? എന്ത് മടിയന്മാരാടേ നിങ്ങളൊക്കെ. മാഹി താങ്ക് യു മുത്തേ. NMK താങ്ക് യു സോ മച്ച്. നോ ദിസ് ഈസ് നോട്ട് മൈ ലൈഫ്. നിങ്ങളൊക്കെ ഭയങ്കര മടിയന്മാരായിക്കണം. ജാഫർ അലി ഗ്രൂപ്പ്, എന്ത് ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ പേടിയപ്പോൾ ഞാൻ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. NMK ഞാൻ കണ്ട്, എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ലൈവ് കഴിയുമ്പോൾ റിപ്ലൈ തരാം കേട്ടോ, ലൈവ് കഴിയുമ്പോൾ റിപ്ലൈ തരാം. PKS സത്യം ഭയങ്കര മടിയന്മാരാ. അതോ ലോകം, എന്ത് പേരുമാണ് ഇത്? പ്രണവേ ഡബിൾ ടാപ്പ് ഗൈസ്, ഡബിൾ ടാപ്പ്. SMS മുഹമ്മദ്, സക്കീന ഈ സക്കീന ലൈല, അഭിലാഷ്, ലൗലി. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. ലൗലി ഭയങ്കര ചിരിക്കുന്നു, ചിരി നല്ലതാ, ആയുസ് കൂട്ടും സൗന്ദര്യം കൂട്ടും എന്നാ പറയണേ. മനു മുരളി ഹായ്. ജാക്സൺ ഉണ്ടല്ലോ വിശേഷം. ബഹ്റൈൻകാരാ, സുഖാണ് അൽഹംദുലില്ലാ. സുലൈമാൻ താങ്ക് യു, സുലൈമാൻ താങ്ക് യു. മാഹി താങ്ക് യു. സുബർക്കത്തിലെ ഹൂറികൾക്ക് പോലും നിങ്ങളോളം മൊഞ്ചുണ്ടാവില്ല. അല്ലാഹ്, ഈ ഫിൽറ്റർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ, ഒന്ന് ആലോചിക്കേ. നോമ്പ് കഞ്ഞാ കുടിക്കുന്നത്. ഇത് കോഫിയാണ്. നൈസ് യുവർ ഡ്രസ്, സൂപ്പർ യെല്ലോ. താങ്ക് യു സോ മച്ച്. JTF സുലൈമാൻ വെൽക്കം. കോഫിയാണ്. പ്രണവേ ഇത് ഫിൽറ്ററാണ് പോയാ എന്താ പറഞ്ഞാൽ, ഫിൽറ്റർ മാറ്റാൻ പറയുന്നത്. ഞാൻ ഫിൽറ്റർ മാറ്റൂല. ഫിൽറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ടിക്ടോക്കിലേ വരില്ലായിരുന്നു. ഈ ഫിൽറ്ററിന് എത്ര താങ്ക്സ് പറഞ്ഞാലും ടിക്ടോക്ക് അമ്മാവനോട് എത്ര താങ്ക്സ്. ഇങ്ങനത്തെ ഒരു ഫിൽറ്ററൊക്കെ തന്നെയാണ്. ടിക്ടോക്കിനോട് നമുക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ, സത്യമായിട്ടും. മർസൂഖ് ഹായ്. അഖിൽ BS, ഫജർ PS, മുസമ്മിൽ, അജയൻ, അറക്കളം സുൽത്താൻ ഇല്ല. JTF എന്തെല്ലാം വിശേഷം, സുഖമാണോ? നിങ്ങളുടെ ലൈവൊക്കെ കാണാറുണ്ട്. കുറച്ച് മുമ്പേ ഒരു ലൈവ് ഞാൻ കണ്ടായിരുന്നു. ഷെൽഫിലെ സ്കിൻ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തും, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കൂ. AI സമ്മറി ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി, ഇവിടെ എനിക്ക് വയലേഷൻ വന്നു. അൽഹംദുലില്ലാ സുഖമായിരിക്കട്ടെ JTF, അൽഹംദുലില്ലാ. AK എന്തെന്നാണ് ഫിൽറ്റർ ഇല്ലാത്ത സിസ്റ്റർ
ഫിൽറ്റർ ഇല്ല എന്നെ സിസ്റ്റർ പൊളിയാണ്, ഡോണ്ട് വറി. താങ്ക് യു, താങ്ക് യു. അറക്കളം, ഫിൽട്ടർ ഒരു അഹങ്കാരമാണ് നിങ്ങൾക്ക്. ഈ ഫിൽറ്ററിന്റെ അഹങ്കാരമാണ് ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നത് പോലെ. മോനെ മൈൻഡ് ചെയ്യേണ്ട, ഫുൾ അലമ്പാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഓടിക്കളേനെ. JTF നിങ്ങളെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുള്ള ലൈവുകളിലൊന്നും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഒന്നാമത്തെ സമയമില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. സത്യകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അറബി അറിയില്ല സുലൈമാനെ, അറബി അറിയില്ല, അറബി അറിയില്ല, നോ അറബി. അൽഹംദുലില്ലാ, നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. എന്താണ് JTF പെരുന്നാളൊക്കെ നോമ്പൊക്കെ അവിടെ വരെയായി? മാഷാ അല്ലാഹ്, മാഷാ മാഷാ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു JTF. നിങ്ങളൊക്കെ നമ്മളെ ലൈവ് കാണുമെന്ന് പറയുന്നുണ്ടെന്ന് തന്നെ കേൾക്കുന്ന തന്നെ വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. വർക്ക് ലോഡ് അല്ലേ? എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണല്ലേ ഇപ്പം നമ്മൾ പോയി വേണ്ട, അതിനെക്കുറിച്ചൊന്നും ചർച്ച വേണ്ട. കാരണം നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പോൾ അവിടുത്തെ ലോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. കോഫി നല്ലതല്ല എന്നാണ് പറഞ്ഞു കേൾക്കണം. JTF ബിസ്മില്ല. വേറെന്തല്ല വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? അതെ. ബിജി സണ്ണി ഹായ്. വേറെന്താ? ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ എൻ്റെ ലൈവ് റീച്ച് ആവും. പ്ലീസ് ഡബിൾ ടാപ്പ് ഗൈസ്, പ്ലീസ്. സുലൈമാൻ അൽഹംദുലില്ലാ. ഞാനിവിടെ UAE-ലുണ്ട്, അജ്മാനിലുണ്ട്. സമതെ JTF താങ്ക് യു സോ മച്ച്. എൻ്റെ മക്കൾ എല്ലാവരും അൽഹംദുലില്ലാ സുഖമായിരിക്കണം. എല്ലാവരും സുഖമായിരിക്കണം. ഇവിടെ ഉണ്ട്. മോന് ജോലിക്ക് പോയിരിക്കണം, ഇക്ക ജോലിക്ക് പോയിരിക്കണം. എല്ലാവരും അൽഹംദുലില്ലാ സുഖമായിരിക്കണം. വേറെന്തൊക്കെയല്ല എല്ലാവരുടെ വിശേഷം. അപ്പോൾ പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ പോയി കാണുക, ഷെയർ ചെയ്യുക. മെഹന്തിയാണ്. നെയിൽ കോണ്. ദേ കണ്ടോ, നെയിൽ കോണ് നല്ലതാട്ടോ. ഇവിടെ അജ്മാനിന്ന് ഇക്ക വാങ്ങി തന്നതാ, നല്ല കോണാ. സ്നൈപ്പർ, 0 സ്നൈപ്പർ. വേറെന്തല്ല എല്ലാവരും വിശേഷം? സുഖമല്ലേ? നമ്മളിപ്പോൾ പോവും ഷാർജയ്ക്ക്. ഏതാണ്ട് സമതെ അൽഹംദുലില്ലാ. ഇതെന്താണ് AC ഇട്ടിട്ടില്ലേ? ഇതൊരു ചൂടാ. മിസ്രി പോലെ ഉണ്ടെന്ന പഠിച്ചോനെ. സുധീർ എന്തല്ല സുധീറെ, നോമ്പൊക്കെ എന്തായി? എത്രനായി?
ജാക്സൺ എന്തല്ല നോമ്പൊക്കെ ഇവിടെ വരെ സുധീരെ? ഡ്രസ്സൊക്കെ എടുത്തോ? മോളൊക്കെ എന്ത് പറയുന്നത്? സുഖായിരിക്കുന്നോ? സിംഗിങ് ബേർഡ്, നല്ല പേര്. 27 ഫിനിഷ് ആയില്ലേ? മാഷാല്ലാ, അൽഹംദുലില്ലാ. അതെ, ശ്രുതിലയം ഹായ്. അതെ, 27 നോമ്പ് വരെ ആയില്ലേ? അൽഹംദുലില്ലാ. 27 നോമ്പ് തീർന്ന് ഈ സമയം വരെ പഠിച്ചോണ്ട് നമുക്ക് എല്ലാവർക്കും ആയുസിനെയും ആരോഗ്യത്തിനെയും തന്നിട്ടുണ്ട് ഇല്ലേ? ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, മോൾക്ക് സുഖം. സിംഗിൾ ബെഡ്, താങ്ക് യു. ഹായ്, നീയാണോ? ഞാൻ വിചാരിച്ചത് ആരാണത്? എന്താ പേരൊക്കെ മാറ്റിയോ? ഞാൻ ഓർത്തിട്ട് ഇത് ആരാണിതെന്ന്. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് നിന്നെ കണ്ടത്. മൂക്കുത്തി ഡയമണ്ട് ആണോ? ആണ്. ഇത് എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. പുറത്തുനിന്ന് ആരും അല്ലാട്ടോ ഗിഫ്റ്റ് തന്നത്. ഇനി നിങ്ങൾ അതൊന്നും ഓർത്ത് തെറ്റിദ്ധരിക്കണ്ട. എനിക്കങ്ങനെ ഇത്രയും വലുതെന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ പോലും അങ്ങനെ ഗിഫ്റ്റ് തരാൻ പറ്റിയ ബന്ധങ്ങളൊന്നുമില്ല ഫസിത്താക്ക്. ഇനിയിപ്പോൾ അഥവാ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലുള്ള ഗിഫ്റ്റൊന്നും ആരും ഇതുവരെ തന്നിട്ടില്ല. ശ്രുതിലയം അൽഹംദുലില്ലാ, നല്ല വിശേഷം. ഞാൻ വിചാരിച്ചത് ആരായിരിക്കും. ഞാൻ പിന്നെ നിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് നിന്നെ കണ്ടത്. ഫിറു വന്നിട്ടില്ല. നാട്ടില് ഞാൻ എറണാകുളം, ഫോർട്ട് കൊച്ചി. അറിയോ? കേട്ടിട്ടുണ്ടോ? യെസ്, ഗിഫ്റ്റ് ആയിരുന്നു. വേറെന്തൊക്കെയാ? നമ്മളിപ്പോൾ പോവും ലൈവ് വൈൻഡപ്പ് ചെയ്യാനേ. ഞാൻ ഷാർജയ്ക്ക് പോവാണ്. അപ്പോൾ ആരാണ് മൂക്കുത്തി തന്നത്? എൻ്റെ ബ്രദറോ എൻ്റെ മോനോ ഒരു മൂക്കുത്തി തന്നു. ഡയമണ്ടിൻ്റെ ഒരു റിംഗും തന്നു. ഡയമണ്ടിൻ്റെ ഇപ്പോഴല്ല, ഇതൊരു 3 വർഷമായിട്ടോ. ഞാൻ ദുബൈയിൽ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ദേ കണ്ടോ. അയ്യോ, ബാറ്ററി ഇപ്പം ചാർജ് ചെയ്തതാണല്ലേ ഫോണ്. ബൈ സുലൈമാൻ, ബൈ. അല്ല, കോഫിയാണടാ, കോഫി 15% കൂടി ഉള്ളൂ എൻ്റെ ഫോണിലെ ചാർജ്. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാ കാണാം. ഗെയിം കളിക്കാൻ ആരും വരണ്ട കേട്ടോ, റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ചെറിയ ബിസിനസ്സുമായിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. നിങ്ങൾ അതിലെന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലും ഫാമിലി വലയങ്ങളിലും ഒക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ വീരു, താങ്ക് യു. ഇതൊന്നും സ്വർണ്ണമൊന്നുമല്ല സുധീരെ. ആരാ പറഞ്ഞത് സ്വർണ്ണമാണെന്ന് നിന്നോട്? ആരെങ്കിലും പറഞ്ഞത് സ്വർണ്ണമാണെന്ന്? ഫൈസൽ ഷെമി ആശാൻ ഇപ്പൊ കാല് വഴുതി വീണതാണ് ഇവിടെ നിന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ജീവിക്കുകയല്ല, അധ്വാനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതിലെനിക്ക് വളരെ അധികം അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും പഠിച്ചോ നമ്മൾ എത്തിക്കല്ലേ എന്നൊക്കെ ജീവിക്കാൻ പറ്റുന്ന. കാരണം പടച്ചവനിലേക്ക് നീട്ടിയ കൈ മറ്റുള്ളവരുടെ മുമ്പിൽ നീട്ടാൻ നീ അനുവദിക്കല്ലേ റബ്ബേ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എന്നിട്ടും നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലുമൊക്കെ അവരുടെ കൈ നീട്ടി വരുന്നുണ്ടെങ്കിൽ അത് അവരുടെയും അത്രയും അവസ്ഥ കൊണ്ടാണ്. ഞാൻ ഈ ലൈവിന്റെ കാര്യമല്ല കേട്ടോ, ഗെയിമിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വരികയാണെങ്കിൽ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരാൾ നമ്മളിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാഭിമാനം അത്രയും പണയം വെച്ചിട്ടാണ് നമ്മളുടെ മുമ്പിലേക്ക് അവർ വരുന്നത് അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. അള്ളാഹു നിന്നിലേക്ക് നീട്ടിയ കൈ മറ്റൊരാളുടെ മുമ്പിൽ നീട്ടാൻ നീ അവസരം ഉണ്ടാക്കല്ലേ എന്നാണ്. എന്നിട്ട് നമ്മളുടെ മുമ്പിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം അവരുടെ അത്രയും ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവർ ആ കൈനീട്ടി വരുന്നത്. അപ്പോൾ ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നാണയത്തൊട്ട് കൊണ്ടാണെങ്കിൽ പോലും ചേർത്ത് പിടിക്കുക. ഇല്ല, നമ്മൾ പറഞ്ഞിട്ട് നമ്മൾക്കറിയുന്ന ഒരാൾക്ക് നമ്മൾക്കറിയാം എൻ്റെ കയ്യിലില്ല, ഇന്ന ആളോട് പറഞ്ഞാൽ ആ ആൾക്ക് സഹായം കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കുക. എന്നിട്ട്
അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് വേണ്ടിയും ദുആ ചെയ്യാം. ഇങ്ങനൊരവസ്ഥയിൽ പഠിച്ചവനെ നീ നമ്മളെ എത്തിക്കല്ലേ എന്ന് ദുആ ചെയ്യാം. ലോക്കറ്റ് സ്വർണ്ണാണോ? ഉറപ്പാണ്. അത് പേരുള്ളത് കൊണ്ടാണോ? ഇപ്പൊ മുക്കിലും പേരെഴുതി കിട്ടുന്നുണ്ടടാ. പിന്നെ ഇങ്ങനെ എന്താ പറയാ, എന്താ അതിനെ പറയാ, മുക്കിന്റെ ഇതിൽ റോൾഡ് ഗോൾഡിലും സ്വർണ്ണ പേരൊക്കെ എഴുതി കിട്ടുന്നുണ്ട്. കുറച്ച് ആളുകളെ ബ്ലോക്ക് ആക്കാനുണ്ട്. ആരെ? റാഫി പെരിങ്ങളം. തീർച്ചയായിട്ടും സമതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ മൂക്കാണെങ്കിൽ എനിക്ക് തന്നു. അപ്പോൾ പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. അതുപോലെ എൻ്റെ പിന്നെ ഫോണ് ഏതാണ്ട് ഇനിയിപ്പോൾ 11% കൂടി ചാർജുള്ളൂ. തന്നെയല്ല, നമ്മൾ ഒന്ന് പുറത്തു പോകാൻ നിൽക്കണേന്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരോടും ബൈ ബൈ, സി യു ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പഠിച്ചവൻ നമ്മളെല്ലാവരെയും എന്താ പറയുക, അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ പുറത്തു തരട്ടെ. നമ്മളെല്ലാവരും മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. അതിനെ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ, ബൈ 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 ബൈ, സി യു ഓൾ.